ഹായ്, എല്ലാ കൂട്ടുകാർക്കും ബീന CC പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പച്ചരി പായസമാണ്. ഞാൻ വാൾമാർട്ടിൽ നിന്ന് മേടിക്കുന്ന ലോങ് ഗ്രെയിൻ റൈസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ പച്ചരി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ രുചികരമായ നല്ലൊരു പായസം ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. 250 ml ഒരു കപ്പ് അരി ഉപയോഗിച്ച് 15 പേർക്ക് സെർവ് ചെയ്യാവുന്ന ഈ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പച്ചരി പായസം ഉണ്ടാക്കാനായി വലുപ്പമുള്ള ഒരു കുക്കറിൽ നമുക്ക് 1 കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കി എടുക്കാം. അരി എടുത്ത അതേ കപ്പിൽ 4 കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ അരിയെ കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഫുൾ ആവി പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ അരി വേകുന്ന സമയം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. 1 കപ്പ് അരി കൊണ്ടുള്ള പായസം ഉണ്ടാക്കാനായി നമുക്ക് 1/2 കിലോ ശർക്കര വേണം. 1/2 കിലോ ശർക്കരയിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് മീഡിയം തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ശർക്കരയെ ഉരുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മുടെ ചോറും വെന്ത് വന്നിട്ടുണ്ട്. ആവിയെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്നപ്പോൾ നമ്മുടെ ചോറ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ നിന്ന് പായസം ഉണ്ടാക്കാനുള്ള ഒരു വലിയ പാത്രത്തിലേക്ക്, ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ചോറിനെ മാറ്റാം. പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ ചോറിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ അരി അങ്ങനെ ആ ചോറ് അതുപോലെ കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ചതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി ഒരു അരിപ്പയിലൂടെ അരിച്ച് ഈ ചോറിലേക്ക് ഒഴിക്കാം. കാരണം അതിൽ കല്ലും മണ്ണും എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കളയാൻ വേണ്ടിയാണ്. നമ്മൾ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നമുക്കിനിയും സ്റ്റൗ ചൂടാക്കാം. മീഡിയം തീയിൽ വെച്ചിട്ട് ഈ ചോറും ശർക്കരയും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായി യോജിച്ച് വരാൻ എനിക്കൊരു 15 മിനിറ്റ് എടുത്തു. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ശർക്കരയും ചോറും നന്നായിട്ട് മിക്സ് ആക്കണം. എന്നാലേ ആ ശർക്കരയുടെ ടേസ്റ്റ് ആ ചോറിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പം നമ്മൾ നന്നായി ഇളക്കി ഒരു 15 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരും. ആ നന്നായി തിളച്ച് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ പായസം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തിളച്ച പായസത്തിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണം. 2ാം പാലാണ് ആദ്യം ഒഴിക്കേണ്ടത്. ഞാനിവിടെ ക്യാനിലുള്ള തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. 1 ക്യാൻ തേങ്ങാപ്പാലിലേക്ക് ഞാൻ 2 ക്യാൻ, ആ സെയിം നമ്മൾ പാലെടുത്ത അതേ ക്യാനിൽ തന്നെ 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമ്മളതിനെ 2ാം പാലാക്കി എടുക്കാം. ആ പാലും കൂടെ ചേർത്ത് നമുക്ക് ഈ ചോറിലേക്ക് ചേർത്തിട്ട് അതും ഇനി നന്നായിട്ട് നമ്മൾ ഇളക്കി അതിനെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സ്റ്റെപ്പും ഒരു 15 മിനിറ്റ് എടുക്കും നമ്മുടെ പായസം ആ 2ാം പാലുമായിട്ട് നന്നായിട്ട് ചേർന്ന് വരാൻ. അതിനുശേഷം നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. ഇനിയും ഈ നെയ്യും ചോറും തേങ്ങാപ്പാലും ശർക്കരപ്പാനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്നതും വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അതൊരു 2-3 മിനിറ്റും കൊണ്ട് അതും ശരിയായി കിട്ടും. ഇപ്പോൾ ഇതെല്ലാം നന്നായി യോജിച്ച് വന്നതിന് ശേഷം നല്ലതായിട്ട് പായസം തിളച്ച് നന്നായി വന്നു കഴിയുമ്പോൾ ഇനി നമുക്ക് 1ാം പാൽ ഒഴിക്കണം. 1ാം പാൽ ഞാൻ 1 ക്യാൻ വെള്ളം ഒന്നും ചേർക്കാത്ത ആ കോക്കനട്ട് മിൽക്ക് തേങ്ങാപ്പാൽ, നമ്മൾ മേടിച്ച തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഈ 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് നമ്മുടെ പായസം തിളയ്ക്കാൻ പാടില്ല. തിളച്ചാൽ പായസം പിരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഉടനെ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയാണ് 1 നുള്ള് ഉപ്പ്. ഇപ്പോൾ നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു. ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പായസം ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക, ജീരകം, ചുക്ക് ഇവ എല്ലാം നമുക്കൊന്ന് പൊടിച്ച് ചേർക്കണം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, ഇത്രയുമാണ് ചേർക്കുന്നത്. ഇതും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഉരുക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും റൈസിനും ഇട്ട് വറുത്ത് നമുക്ക് പായസത്തിൽ ചേർക്കാം.
കാഷ്യൂനട്ടിൻ്റെ റേസിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. വറുത്തതിന് ശേഷം നെയ്യ് ഉൾപ്പെടെ നമുക്ക് പായസത്തിലേക്ക് ഒഴിക്കാം. ഇനിയും ഈ കാഷ്യൂനട്ടും റേസിനും നമുക്ക് പായസത്തിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ 1 കപ്പ് പച്ചരി കൊണ്ടുണ്ടാക്കിയ പായസം റെഡിയായി കഴിഞ്ഞു. ഇത് കുറഞ്ഞത് 15 പേർക്ക് നന്നായിട്ട് വിളമ്പാനുള്ള പായസം ഉണ്ടാകും. ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഈ പച്ചരി പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതിൻ്റെ സൈഡിലുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് എനേബിൾ ചെയ്യണം. പിന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്യണം. പിന്നെ മറ്റുള്ളവരുമായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി നമ്മൾ കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിരിക്കുക, സേഫായിട്ടിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.